സ്മൃതി, ഏപ്രിൽ 16-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള സൂചനയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ 2 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കലുഷിതമായ നിയമസഭാ സമ്മേളനം, സർക്കാരുമായി സഹകരിക്കാനാകുന്നില്ല, നിയമസഭയിൽ പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ കോൺഗ്രസിൻ്റെ ജാഥയിൽ ചേരുന്ന വിധത്തിൽ ചൂടേറിയതായിരിക്കണം സഭാ നടപടികൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ വലിയ നിലയിൽ ബഹളമുണ്ടാവും. നാളെ ഉണ്ടാവുമെന്നില്ല, കാരണം നാളെ നയപ്രഖ്യാപനമാണ്. നയപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഈ ആഴ്ച അങ്ങ് പിന്നിടും. പക്ഷേ അടുത്ത തിങ്കളാഴ്ച മുതൽ അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ ബഹളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എക്സാലോജിക്ക് തന്നെ ആയിരിക്കും നേരത്തെ ഉണ്ണിബാലൻ. പക്ഷേ അതിനകത്ത് ഞാൻ കൗതുകത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ, എക്സാലോജിക്ക് വിഷയം എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് എന്ന്. നമുക്കറിയാവുന്നതുപോലെ ബംഗളൂരു ROC അന്വേഷണം നടത്തുകയും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ 3 ROCമാരുടെ, അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ROC ഉദ്യോഗസ്ഥരുടെ ഒരു സമിതിയെ വെച്ച് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് കേരള ഹൈക്കോടതിയിലേക്ക് വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് SFIO അന്വേഷണം സാധ്യമാകാത്തത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ROC അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ROC അന്വേഷണം യഥാർത്ഥത്തിൽ എക്സാലോജിക്കൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ഈ SFIO അന്വേഷണം എന്ന് പറഞ്ഞ് ഈ ഷോൺ ജോർജൊക്കെ കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. SFIO അന്വേഷണത്തിലേക്ക് പോയാൽ CMRLൻ്റെ മുഴുവൻ നടപടികളും അന്വേഷിക്കേണ്ടി വരും. എന്തിന് മാധ്യമപ്രവർത്തകർക്ക് പണം കൊടുത്തു, എന്തിന് ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്തു, എന്തിന് രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ അന്വേഷിക്കപ്പെടുക. 1.72 കോടി എന്ന് പറയുന്ന ഒരു ക്യാരറ്റ് നീട്ടി വലിയൊരു വ്യാഘ്രത്തെ ഇങ്ങോട്ടേക്ക് പിടിച്ചെടുക്കണോ എന്നുള്ളത് പ്രതിപക്ഷം ആലോചിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയായിരിക്കും എക്സാലോജിക്ക് വിഷയം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന CMRL വിഷയം പ്രതിപക്ഷം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഓർക്കണം, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നില്ല. പകരം മാത്യു കോഴനാടൻ PC വിഷ്ണുനാഥിൻ്റെ സമയം കടമെടുത്ത് ചില വിഷയങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നിയമസഭാ സമ്മേളനം നടന്നിട്ടില്ല. ഒട്ടേറെ കാര്യങ്ങൾ CMRL എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ പുരോഗമിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും CMRLുമായി അവർക്ക് അഭേദ്യ ബന്ധമുള്ളതുകൊണ്ടും ആ വിഷയത്തിൽ തൊടുമോ, അക്കാര്യത്തിൽ ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് ഞാൻ ഉറ്റുനോക്കുകയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. പിന്നെ ഈ ചിന്നക്കനാൽ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കും. അതൊന്നും പക്ഷേ വലിയ നിലയിലുള്ള പടക്കങ്ങളൊന്നും ആകാനുള്ള സാധ്യതയില്ല. ചെറിയ ഓലപ്പടക്കങ്ങളായിട്ട് അതങ്ങ് തീരും എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്തിനെതിരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും വലിയ നിലയിൽ ഒരു നിയമസഭ, കാരണം എപ്പോഴും സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധമാണല്ലോ. കാരണം പ്രതിഷേധത്തിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിക്കാനും മറ്റും കാര്യങ്ങളും കഴിയില്ലല്ലോ. തിരിച്ച് അടിയന്തര പ്രമേയവും കഴിയില്ല. അപ്പോൾ ആ നിലയിൽ വലിയ സംഭവമൊന്നും ആവില്ല. പക്ഷേ ഒരു പ്രതിക്കൂട്ടിലാക്കുക, നിങ്ങളെ ഒന്ന് സംശയത്തിൻ്റെ നിഴലിൽ പുകമറയിൽ നിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഈ പറയുന്ന ചിന്നക്കനാൽ കാര്യത്തിലേ ഉള്ളൂ. പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളത്, ഈ കരയോ കടലോ ഏതാണ് ആദ്യം ചൂടുപിടിക്കുക എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൊടുക്കുന്നത് മുഴുവൻ അങ്ങ് ഒപ്പിട്ട് തിരിച്ചു കൊടുത്തയക്കുന്നു എന്നുള്ളതാണ്. നാളെ ഇനി എന്ത് വായിക്കും എന്ത് വായിക്കില്ല എന്നറിയില്ല. വിരുന്നിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. Meet the editors.